उधर ही बैठा होगा। ഹായ് ഫ്രണ്ട്സ്, പ്ലാനറ്റ് എർത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലെ രാരാജി ടൈഗർ റിസർവിലാണ്. ഏകദേശം ഒരു 850 സ്ക്വയർ കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന വലിയൊരു കാട് തന്നെയാണ്. ഇവിടെ ടൈഗറും ലെപ്പേർഡും ആനകളും ഒക്കെ ധാരാളമായിട്ട് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഒരു സഫാരി പാക്കേജ് എടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ മോത്തിച്ചു റേഞ്ചിൽ വരുന്ന ഒരു സഫാരി എൻട്രി പോയിന്റിലാണ്. ഇത് നിലനിൽക്കുന്നത്, ഈ ഗേറ്റ് വരുന്നത് ഹരിദ്വാർ ഋഷികേശ് റോഡിൽ അതിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ടാണ്. ഇവിടെ പല പല പാക്കേജുകൾ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ജിപ്സിയാണ്. ഇവിടെ കുറേ ജിപ്സികൾ നമുക്ക് കാണാം. ഈ ജിപ്സിയിൽ ഏകദേശം 2400 രൂപയാണ് ചിലവ് വരുന്നത്. അതിനകത്ത് മാക്സിമം ഒരു 6 പേരെ വരെ അവർ കൊണ്ടുപോകുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഏകദേശം ഒരു 150 റുപ്പീസ് എന്തോമാണ് ഫോറസ്റ്റ് എൻട്രി ചാർജ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കാട്ടിനകത്ത് എന്തൊക്കെയുണ്ട്, നമുക്ക് എന്തെങ്കിലും കാണാനായിട്ട് കിട്ടുമോ എന്നുള്ളത് നമുക്ക് പോയി നോക്കാം. ഹിമാലയത്തിൻ്റെ ശിവാലിക് മലനിരകളിലാണ് രാജാജി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ധാരാളം സഫാരി മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. ഓരോന്നും വ്യത്യസ്തമായ ഭൂപ്രകൃതിയും വന്യജീവികളെ കാണാനുള്ള അവസരങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഉള്ളത് മോത്തിച്ചൂർ സോണിലാണ്. അത് മാത്രമല്ല ചില്ല സോൺ, റാണിപൂർ സോൺ, ചിൽമിൽ സോണ്, ഗൊഹാരി റേഞ്ച്, ചില്ല വാലി, അങ്ങനെ കുറേ സോണുകളായിട്ട് ഇവിടെ നമുക്ക് സഫാരികൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് മോത്തിച്ചൂർ സോണിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുറന്ന പുൽമേടുകളും സാൽവനങ്ങളും ഒക്കെയാണ്. ഇവിടെ ആനകളെ സാധാരണയായിട്ട് എപ്പോഴും കാണാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു 30-35 കിലോമീറ്റർ വരുന്ന സഫാരിയാണ്. ഇതുവരെ നമ്മളൊന്നിനെയും കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം കണ്ടുവരുന്നത് പുള്ളിമാനിനെയാണ്. ഇത് കൂടാതെ തന്നെ മ്ലാവിനെയൊക്കെ ഇടയ്ക്ക് സ്പോട്ട് ചെയ്തായിരുന്നു. പിന്നെ ഇവർ നമ്മുടെ കൂടെ വരുന്ന ഡ്രൈവർ വേറൊരു സ്പെഷ്യൽ കാറ്റഗറി മാൻ്റെ കാര്യം എന്തോ പറയുന്നുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ എന്താണെന്ന് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടില്ല. എന്നിരുന്നാലും എന്തോ ഒരു നമ്മുടെ ഇവിടുത്തെ കേഴമാനെ പോലെയുള്ള മാനാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ 300-ൽ പരം പക്ഷി ഇനങ്ങളെ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വേഴാമ്പൽ ഉൾപ്പെടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമുക്കൊന്നിനും സ്പോട്ട് ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ആകെയുള്ള പ്രതീക്ഷ ഒരു ലെപ്പേഡാണ്. ആളുടെ കഴിഞ്ഞ ട്രിപ്പിൽ ഒരു ഭാഗത്ത് ലെപ്പേഡിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോഴും അവിടെ ഉണ്ടാവാം.
ആനിമൽസിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പോണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ട് ആനയൊക്കെ ഇവിടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ കാണാറുണ്ടെന്ന് പറഞ്ഞു. ലെപ്പേഡ് ആ ഭാഗത്ത് തന്നെ ഇപ്പോഴും ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും നമുക്കും പോയി നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. കുറേ തപ്പിയിട്ടും നമുക്ക് ലെപ്പേഡിനെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ നിരാശയോടുകൂടി നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനിയും നമ്മൾ രാജാജി ടൈഗർ റിസർവിലേക്ക് വരുന്നതായിരിക്കും. എന്തായാലും സൈറ്റിങ്സൊക്കെ ഒരുപാട് കിട്ടുന്ന ഗേറ്റുകൾ വേറെയും വരുന്നുണ്ട്. അവിടെ എല്ലാം പോയി നമുക്ക് നോക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.